ഉസ്താദെ, എന്നും രോഗമാണ് ഉസ്താദെ. ജീവിതത്തിൽ രോഗം കൊണ്ടും അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ടും വല്ലാണ്ട് ബുദ്ധിമുട്ടുകയാണ് ഉസ്താദെ എന്ന് വിഷമം പറയുന്ന ഒരുപാട് ഉമ്മമാര് നമ്മുടെ മുന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സഹോദരിമാര് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ വിഷമങ്ങൾ പറയുന്ന ധാരാളം പേർക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിഷമം മാറാൻ അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. എല്ലാവരും മുഴുവനായിട്ട് കാണുക. ആ ദിക്ർ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വല്ലാതെ പേടിക്കുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്, അല്ലേ? ദാരിദ്ര്യം വല്ലാതെ അലട്ടുന്ന ഒരുപാട് വീടുകളുണ്ട്. ഉസ്താദേ, എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടണില്ല, ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറയുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനും അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ എല്ലാവരിലേക്കും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെല്ലാം ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പുണ്യമാക്കപ്പെട്ട ഒരു അമല് പഠിപ്പിച്ചു തരാനാണ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. അള്ളാഹു നമ്മയെല്ലാം ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ ദിക്ർ പഠിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അല്ലേ? ദിക്ർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുഞ്ഞുനാൾ മുതൽ തന്നെ കടന്നു വരുന്ന ഒരു ദിക്റുണ്ട്. അത് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ, നമ്മുടെ മക്കളെ ഉമ്മമാര് പാടി ഉറക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മുടെ സാധാരണ നിലയിൽ ദിക്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വേറെയും ഒരുപാട് ദിക്റുകൾ പുണ്യദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ദിക്റുകളുടെയൊക്കെ അത്ഭുതങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. പ്രിയപ്പെട്ടവർ, അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെയുള്ള പലതരത്തിലുള്ള ദിക്റുകളുണ്ട്. അതിലൊരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അള്ളാഹു നമ്മയൊക്കെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിക്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ ഉറച്ച സലാത്തിലാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, 99 പരം വരുന്ന രോഗങ്ങൾക്കും ശിഫ നൽകാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്ർ മുത്തുനബി പഠിപ്പിച്ചു. ആരെങ്കിലും ഒരാൾ ഈ പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് എന്താണ്? കാനത്ത് ലഹു ദവാഉ മിൻ 99 ദാഅ, 99 പരം വരുന്ന രോഗങ്ങൾ ഈ ഒരു ദിക്ർ പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ത് ചെയ്യുന്നതാണ്? അത് മാറ്റിത്തരുന്നതാണ്. അതുപോലെ തന്നെ ഈ ദിക്ർ കൊണ്ട് മറ്റൊരു ഗുണമുണ്ട്, മറ്റൊരു ഉപയോഗമുണ്ട്. എന്താണെന്നറിയോ? അതും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ കഴിയുമെന്നുള്ളതാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഉമ്മമാര് നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അതിൽ നിന്ന് മുക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ദിക്ർ എന്ന് പഠിച്ചോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നമുക്ക് ഹദീസ് പറഞ്ഞു തന്നെ ഇൻഷാ അല്ലാഹ് പഠിക്കാം. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആരെങ്കിലും ഒരാൾ ലാ ഹൗല ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ കാനത്ത് ലഹു ദവാഅം മിൻ 99 ദാഅ ഐസറുഹുമ അൽ ഹമ്മ് സ്വദഖ റസൂലുഹുൽ മുസ്തഫൽ അമീൻ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്, ആരെങ്കിലും ഒരാൾ ഈ പറയപ്പെട്ട ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? 99 പരം വരുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തിയാണ്, ഷിഫ ആണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ 99 രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പെടും കേട്ടോ. നമുക്ക് നമ്മുടെ കാലുവേദന, കൈവേദന, ശരീരവേദന, പനി തുടങ്ങിയ എല്ലാ രോഗങ്ങളും അതിൽ പെടുന്നതാണ്. എന്നാൽ അതിൽ ഐസറുഹുമ, ആ രോഗങ്ങളിൽ ഏറ്റവും ലളിതമായ രോഗം എന്ന് പറയുന്നത്, ചെറിയ രോഗം എന്ന് പറയുന്നത് അൽ ഹമ്മ്,
അത് ടെൻഷനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി പഠിപ്പിക്കുകയാണ് 99 പരം വരുന്ന രോഗങ്ങൾക്ക് ശിഫയാകുന്നതിൽ ഏറ്റവും ലളിതമായ ചെറിയ രോഗം മുത്തുനബി പറഞ്ഞത് അൽ ഹമ്മ്, അത് ടെൻഷനാണ്. അപ്പൊ ടെൻഷൻ കുറയ്ക്കാൻ ഏറ്റവും വലിയ ഖുർആനികമായ മരുന്നാണ്, ഇസ്ലാമികമായ ആത്മീയമായ മരുന്നാണ് ഈ പറയപ്പെട്ട ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇൻഷാ അല്ലാഹ് ചൊല്ലി നോക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തെ അത് കാരണമായിട്ട് ഒരുപാട് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഹദീസ് നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ. മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 100 മറ ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും, ഒരു ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും ഒരാള് ഈ ലാ ഹൗല ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന കൂലി എന്താണെന്നറിയോ? ലം യുസിബുഹു ഫഖ്റുൻ അബദ, അവനിലേക്ക് യാതൊരു തരത്തിലുമുള്ള ദാരിദ്ര്യം പിന്നീട് വന്നു ചേരൂല. അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അപ്പൊ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ അള്ളാഹു തആല നമ്മെ സഹായിക്കുന്ന അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ. പലരും ചിന്തിക്കുന്നുണ്ടാകും, വിചാരിക്കുന്നുണ്ടാകും, ഉസ്താദ് ഈ ദിക്റൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ചൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഈ ദിക്റിന്റെ കുഴപ്പം കൊണ്ടാണോ അത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ദാരിദ്ര്യം മാറാത്തത്, നിങ്ങളുടെ രോഗം മാറാത്തത്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാത്തത് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തുകൊണ്ടായിരിക്കാം? ആ ദിക്റിന് പ്രശ്നമുള്ളതുകൊണ്ടാണോ? അല്ല. എന്തായിരിക്കും ആ പ്രശ്നം? നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയം ക്ലിയർ അല്ലാത്തതിന്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആ രോഗം മാറ്റിത്തരാത്തത്, ആ ടെൻഷൻ മാറ്റിത്തരാത്തത്. പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞ് ഇഖ്ലാസോടുകൂടി ഒന്ന് ചൊല്ലി നോക്കിക്കേ. ഉറപ്പാണ് 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 അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നറിയോ? ഈ പറയപ്പെട്ട ദിക്ർ കാരണത്താൽ നമ്മുടെ എല്ലാ ടെൻഷനും മാറ്റും, എല്ലാ രോഗങ്ങളും മാറ്റും, ദാരിദ്ര്യം മാറിക്കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പലരും വിഷമത്തിൽ പറയാറുണ്ട്, ഉസ്താദെ കടങ്ങളാണ്, വിഷമങ്ങളാണ് ഉസ്താദെ, വല്ലാത്ത കടത്തിൽ, ദാരിദ്ര്യത്തിൽ. എൻ്റെ കമന്റ് സെക്ഷനുകൾ എടുത്തു വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് വസിയത്തുകൾ കാണാം പ്രിയപ്പെട്ടവരെ. ദുആ വസിയത്തുകൾ അറിയാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ആരും വിഷമിക്കേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ ദിക്ർ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ചൊല്ലാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ, ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ് ഫദ്ൽ കാരണമായിട്ട് നമ്മുടെ വിഷമങ്ങളും മാറ്റിത്തരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. കടങ്ങൾ, കഷ്ടപ്പാടുകൾ വീട്ടിക്കൊടുക്കട്ടെ. ദാരിദ്ര്യം അകറ്റി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അള്ളാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.